ജീടല്ല ഇവനൊരു തൗബ തരുമോ യാ ശഫീ അല്ലാഹ് ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ് ഇരുളാം ഖബറന്നെ കാത്തിരിപ്പുണ്ട് ഇവനൊരു മൈത്താകും നാളതും ഉണ്ട് ഇരുളാം ഖബറന്നെ കാത്തിരിപ്പുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നമുക്ക് കേൾക്കാം സിദ്ദീഖ് സുഹരി ഉസ്താദിൻ്റെ ഒരു കറാമത്ത് പറച്ചൽ. അദ്ദേഹം ഒരു കറാമത്തിൻ്റെ ശില്പിയാണ്. അതാണ് അദ്ദേഹം ആദ്യമായി പറയുന്നത്. വയനാട് ജില്ലയിലെ കൽപ്പറ്റ എന്ന സ്ഥലത്ത് സൂഫി മുസ്ലിയാർ എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നായരിൻ്റെ ഹോട്ടലിലാണ് ഭക്ഷിച്ചു കൊണ്ടിരുന്നത്. ആ ഭക്ഷണം ഒരു ദിവസം നായറില്ലാത്ത സമയത്ത് അദ്ദേഹം പോയി. അവിടുത്തെ ജോലിക്കാർ ശരിയായ രീതിയിൽ അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല. എന്തോ ഒന്ന് കൊടുത്തു വിട്ടു. സാധാരണയായി ഭക്ഷിക്കുന്ന സാധനമാണ് അവർ കൊടുത്തത്. പ്രത്യേകിച്ച് ബഹുമാനിച്ച് കൊടുത്തില്ല എന്നുള്ള വേദനയോടുകൂടെ കോപത്തോടുകൂടെ അദ്ദേഹം അവിടുന്ന് ഇറങ്ങി വരുമ്പോഴാണ് അദ്ദേഹം ശപിച്ചു വന്നതാണെന്ന് മനസ്സിലാകുന്നത്. അത് ബഹുമാനപ്പെട്ട സുഹരി ഉസ്താദ് തന്നെ പറയട്ടെ, കേൾക്കൂ. കേട്ടിട്ടില്ലേ? വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലുണ്ടായിരുന്ന സൂഫി മുസ്ലിയാരുപ്പാപ്പ 40 വർഷക്കാലം ഏത് മരം കോച്ചുന്ന തണുപ്പായാലോ ഒരു പീഡികക്കൊലയില് അന്തിയുറങ്ങിയിരുന്ന വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ കറാമത്ത് പറയുമ്പോൾ കൽപ്പറ്റയിലുണ്ടായിരുന്ന ഒരു നായര് തന്നെ പറയാട്. മഹാനവറുകള് എല്ലാ ദിവസവും ഉച്ച സമയമാകുമ്പോൾ കടയിലേക്ക് വരും. ഒരു ഹോട്ടൽ കച്ചവടം നടത്തിയിരുന്ന ആളാണ് ഈ നായര്. അദ്ദേഹം പറയാട്, എന്റെ കടയിലേക്ക് എല്ലാ ദിവസവും വരും. ഉച്ച സമയമാകുമ്പോൾ ഭക്ഷണം കൊടുക്കും. മഹാനവറുകൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. നല്ല കച്ചവടം കിട്ടാറുണ്ട്. ഒരു ദിവസം നായര് കടയിലില്ലാത്ത സമയത്ത് പണിക്കാരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്. സൂഫി മുസ്ലിയാർ ഉപ്പാപ്പങ്ങ് കടന്നു വന്നപ്പോൾ കുറച്ചെന്തോ ഭക്ഷണം കൊടുത്തു. കാര്യമായിട്ട് സൽക്കരിക്കാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. സമയം കുറെ കഴിഞ്ഞപ്പോ നായര് വന്നു കടയില്. പക്ഷേ ഹോട്ടലില് സാധാരണ ഉണ്ടാകുന്ന കച്ചവടം അന്നുണ്ടായില്ല. ഭക്ഷണങ്ങളൊക്കെ ബാക്കിയായി. ആ നായര് ചോദിച്ചു, നമ്മുടെ വീട്ടില് സൂഫി മുസ്ലിയാർ ഉപ്പാപ്പ വന്നിരുന്നോ? അതെ, വന്നിരുന്നു. പക്ഷേ വേണ്ട രൂപത്തിൽ ഞങ്ങൾ ഗൗനിച്ചില്ല. അദ്ദേഹത്തിന് ചെറിയ നിലക്കൊരു ഭക്ഷണേ കൊടുത്തിട്ടുള്ളൂ. വേണ്ട രൂപത്തിൽ വയറ് നിറയുന്ന രൂപത്തിലൊന്നും ഭക്ഷണം കൊടുത്തിട്ടില്ല. ചെറിയ നിലയ്ക്ക് എന്തോന്ന് കൊടുത്തിട്ടേ ഉള്ളോ. ഉടനെ തന്നെ ഈ നായര് ആ സൂഫി മുസ്ലിയാരെ തേടിക്കൊണ്ട് പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം വൈത്തിരിയിൽ വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. നായര് പോയി പുറകിൽ നിന്നു. പ്രസംഗം കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ നായരെ കണ്ടു. നായരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് വന്നത്? നായര് പറഞ്ഞു, ഞാൻ കച്ചവടം നിർത്താൻ പോവുകയാണ്. ഹോട്ടലിലെ കച്ചവടം തീരെയില്ല. ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവനും ബാക്കിയാണ്. സൂഫി മുസ്ലിയാര് പറഞ്ഞു, നിങ്ങൾ കച്ചവടം നിർത്തൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ സൂഫി മുസ്ലിയാര് കൽപ്പറ്റയിലെ നായരുടെ ഹോട്ടലിൽ വരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ഇറങ്ങിയ ഉടനെ തന്നെ വാഹനങ്ങൾ വരികയാണ്. അന്നുണ്ടാക്കിയ ഭക്ഷണം മുഴുവനും അങ്ങ് തീർന്നുപോയി. നായര് പറഞ്ഞ കഥയാ. കേട്ടല്ലോ സഹോദരന്മാരെ, പോയിടത്തെല്ലാം നമ്മുടെ ഔലിയാക്കന്മാർ ഇതാണ് ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം നല്ല രാഗത്തോടെ ലാലവത്തോടു കൂടെ വിളിച്ചു കൂക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്?
ഇതര സമുദായക്കാരും നിരീശ്വരവാദികളും എന്താണ് കരുതുന്നത്? നമ്മൾ കരുതുന്ന ഔലിയാക്കന്മാരെല്ലാം, നമ്മൾ ബഹുമാനിക്കുന്ന ഔലിയാക്കന്മാർ ഇതുപോലെയാണോ ഇരിക്കേണ്ടത്? മറ്റൊരു കാര്യം ഇദ്ദേഹം പറയുന്നു, 100 വലിയുടെ ശക്തിയുള്ള ഒരാളാണ് സി എം പറഞ്ഞെന്ന്. സി എം മടവൂർ പറഞ്ഞതാണ് ഇദ്ദേഹത്തിന് 100 വലിയുടെ ശക്തിയുണ്ടെന്ന്. സൂഫി മുസ്ലിയാറെ പറഞ്ഞതാണ്. സി എം മടവൂർ അറിയാമല്ലോ നിങ്ങൾക്ക്, ലോകം തന്നെ നിയന്ത്രിക്കുന്ന ആളാണ്. പിന്നെയും അതിനേക്കാൾ വലിയ പദവിയിലാണെങ്കിൽ അദ്ദേഹം ഏത് ലോകത്തെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതും രണ്ടാമത്തെ കറാമത്ത് സുഹരി ഉസ്താദിൻ്റെ. അദ്ദേഹം തന്നെ പറയട്ടെ സൂഫി മുസ്ലിയാറുടെ കഥ. ഇൻഷാ അല്ലാഹ് കേൾക്കൂ. വലിയ മഹാനായിരുന്നു സൂഫി മുസ്ലിയാർ. മഹാനവറുകള് ഒരിക്കൽ പൂനൂരിലുള്ള ഹുസൈൻ മുസ്ലിയാർ സി എം വലിയുള്ളാന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, മടവൂര് ഷെയ്ഖിനാട് ഹദറത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, കൽപ്പറ്റയിലെ സൂഫി മുസ്ലിയാർ വസ്ത്രങ്ങളൊന്നും ധരിക്കാറില്ല, അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? ഉടനെ തന്നെ സി എം വലിയുള്ള പറഞ്ഞു, പൂനൂർ ഹുസൈൻ മുസ്ലിയാരോട് പറഞ്ഞ സംഭവമാണ്, അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാം, നിർബന്ധമായും അദ്ദേഹത്തിന്റെ അരികിൽ പോവണം, കാണണം. കാരണം 100 വലിയന്റെ ശക്തിയുള്ള ആളാണ് കൽപ്പറ്റയിലെ സൂഫി മുസ്ലിയാർ. അത്ര വലിയ ദർജയിലെത്തിയ മഹാനാണ്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി തങ്ങൾ തന്നെ കൽപ്പറ്റയിലെ സൂഫി മുസ്ലിയാരെ കാണാൻ വേണ്ടി പലതവണ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി മഹാനവറുകൾ കൽപ്പറ്റയിലെ സൂഫി മുസ്ലിയാരെ കാണാൻ വേണ്ടി വന്നപ്പോൾ സൂഫി മുസ്ലിയാർ ഉടനെ തന്നെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറുകയാണ്. അവിടുന്ന് ഒരു മുണ്ട് വാങ്ങുകയാണ്, അതെടുത്തങ്ങ് ഉടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്നെ ഒരാള് കാണാൻ വരുന്നു. അതെടുത്ത് കൊടുത്തുകൊണ്ടങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. സമയം കഴിഞ്ഞപ്പോൾ സി എം വലിയുള്ളാഹി മഹാനവറുകൾ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ആ കടക്കാരന്റെ അരികിൽ വന്നിട്ട് സി എം വലിയുള്ളാഹി മഹാനവറുകൾ ചോദിക്കുകയാണ്, നേരത്തെ ഇവിടുന്ന് ഒരാള് മുണ്ട് വാങ്ങിപ്പോയില്ലേ, അതിന്റെ കാശ് എത്രയാണെന്ന് ചോദിച്ചിട്ട് ആ കാശങ്ങ് കൊടുക്കുന്നു. വിലായത്തിന്റെ കണ്ണില് നേരത്തെ സൂഫി മുസ്ലിയാര് വാങ്ങിപ്പോയത് ബഹുമാനപ്പെട്ട ശൈഖുനാ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കാണുന്നു. അതിന്റെ കാശ് കൊടുക്കുന്നു. സി എം വലിയുള്ള തന്നെ കാണാൻ. ബഹുമാനമുള്ളവരെ, നമ്മുടെ ഔലിയാക്കന്മാരെല്ലാം ഇങ്ങനെയാണെന്ന് കരുതിയാലോ? ഇവർ ബഹുമാനിക്കുന്ന ഔലിയാക്കന്മാരും അതുപോലെ മറപ്പെട്ട് കിടന്നതായിരിക്കുന്ന ഔലിയാക്കന്മാരും മുണ്ടൊടുക്കാതെ നടക്കുന്നവർ എന്നല്ലേ മറ്റുള്ളവർ കരുതുന്നത്. ഇക്കാര്യത്തിനെ ഇദ്ദേഹം ഇത്രയെല്ലാം ലാലവത്തോടുകൂടെ രസത്തോടെ കൂടി പറഞ്ഞ് പണമുണ്ടാക്കണോ എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. ഇതര മതസ്ഥർ എന്താണ് കരുതുന്നത്? മുണ്ടില്ലാതെ ഓടുന്നവരാണ് ഇവരുടെ ഔലിയാക്കന്മാർ, ഇവർ ബഹുമാനിക്കുന്ന ഔലിയാക്കന്മാർ എന്നല്ലേ അറിവില്ലാത്തവർ ഇതല്ലേ പഠിക്കുന്നത്. ഇദ്ദേഹം എത്ര ഒരു രാഗത്തോടുകൂടെ പറയുന്നതാണ്. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ശൈലിയോടുകൂടെ പറയുന്നതാണ്. ഇതുപോലെയുള്ള നമുക്ക് ഈ ഔലിയാക്കന്മാരെ പഠിപ്പിക്കാൻ ഇത്ര ഒരു തലപ്പാവക്കാരെ ഇത്രയും വളർത്തേണ്ട ആവശ്യമുണ്ടോ? ഇദ്ദേഹത്തിന് തന്നെ നല്ലതായിരിക്കുന്ന ദിക്റും തസ്ബീഹും പറഞ്ഞ ഔലിയായിക്കൂടെ? ഇതുപോലെയുള്ളവരാണോ നമ്മുടെ ഔലിയാക്കന്മാർ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവസാനം ഒരു കാര്യം അദ്ദേഹം പറയുന്നു, അതുപോലും നിങ്ങൾ കേൾക്കുക, പിന്നെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. തന്നെ കൽപ്പറ്റയിൽ ഉണ്ടായിരുന്ന മറ്റൊരു സംഭവം, ഒരു പെണ്ണിന് ഗർഭത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ട് വന്നോ. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു അബോർഷൻ ചെയ്യലല്ലാതെ നിർവാഹമില്ല. ആ കുട്ടി മരിച്ചു പോകും, അല്ലെങ്കിൽ ഉമ്മ മരിച്ചു പോകും, പ്രയാസമാണ്. ആ കുട്ടിയെ അബോർഷൻ ചെയ്ത് ഒഴിവാക്കണം, അല്ലാതെ നിങ്ങൾക്ക് വേറൊരു നിർവാഹവുമില്ല. നിന്റെ അതായത് ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞു, നമുക്ക് സൂഫി മുസ്ലിയാർക്ക് ഒരു മുണ്ട് വാങ്ങിക്കൊടുക്കാൻ നേർച്ചയാക്കാം. ഈ കുട്ടി ഒരു പ്രയാസം കൂടാതെ നമ്മുടെ അരികിലേക്ക് എത്തണം, ഈ പെണ്ണ് പ്രസവിക്കണം.
അവരങ്ങ് നേർച്ചയാക്കുകയാണ്. പറഞ്ഞതുപോലെ പിന്നീട് അതേ അബോർഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാര് പറഞ്ഞ കുഞ്ഞ് ഒരു കുഴപ്പവുമില്ലാതെ ജനിച്ചു. ആ പെണ്ണ് പ്രസവിക്കുകയാണ്. പക്ഷേ പെണ്ണ് പ്രസവിച്ചപ്പോൾ ഇവര് പറഞ്ഞതങ്ങ് മറന്നുപോയി. സൂഫി മുസ്ലിയാർ ഉപ്പാപ്പാക്ക് ഒരു മുണ്ട് വാങ്ങിക്കൊടുക്കാൻ ഇവര് നേർച്ച ചെയ്തിട്ടുണ്ട്. അതിവരങ്ങ് മറന്നുപോയി. പിന്നീട് മാനന്തവാടിയില് ഈ മനുഷ്യരവിടെ നിൽക്കുന്ന സമയത്താണ് സൂഫി മുസ്ലിയാർ അതിലൂടെ നടന്നു വരുന്നത്. ഇയാളെ കണ്ടതും നേരെ അങ്ങ് ചെന്നിട്ട് കോളറ് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മുണ്ട് വാങ്ങിത്താടാ. ഇയാളാകെ പേടിച്ചുപോയി. ഉപ്പാപ്പ എന്താണ് എന്റെ കോളർ പിടിച്ചിട്ട് മുണ്ട് വാങ്ങി തരാൻ പറഞ്ഞത്? നിങ്ങൾക്ക് എത്ര മുണ്ട് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരാലോ. അയാള് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു കടയിൽ കയറി, ഉപ്പാപ്പാക്ക് എത്ര മുണ്ട് വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കോ, നീ വാങ്ങിത്താടാ. അങ്ങനെ അയാള് മുണ്ട് വാങ്ങി ഒന്നങ്ങ് കൊടുത്തപ്പോ ഇതേ മതിയടാ എനിക്കെന്ന് പറഞ്ഞിട്ട് ആ മുണ്ട് വാങ്ങിയിട്ട് ഒരു കഷണമങ്ങ് കീറിയിട്ട് അത് കോണകം പോലെ ചുറ്റിക്കെട്ടിയിട്ട് മറ്റൊരു കഷ്ണം ഇയാളുടെ കയ്യിലേൽപ്പിച്ചിട്ട് സൂഫി മുസ്ലിയാർ നടന്നങ്ങ് പോകും. ബഹുമാനമുള്ളവരെ, കേട്ടല്ലോ. ഒരു സ്ത്രീ ഗർഭം ചുമന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അവിടുത്തെ ഉമ്മ പറയുന്നു മുണ്ടു നേർച്ചയാക്കണമെന്ന്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സുഹരി ഉസ്താദ് അതാണ് പറഞ്ഞത്, മുണ്ടു നേർച്ചയാക്കണം ഈ സൂഫി മുസ്ലിയാർക്ക്. ഈ ഔലിയ ഉപ്പാപ്പാക്ക് ഒരു മുണ്ടു നേർച്ച വെച്ചാൽ ഗർഭിണിയാകുമെന്നാരോ പറഞ്ഞു. അതുപോലെ മുണ്ടു നേർച്ചയാക്കി ആ സ്ത്രീ പ്രസവിച്ചു. മരുമകൾ വീട്ടിൽ പ്രസവിച്ചതിൻ്റെ ശേഷം അവർക്ക് ആ മുണ്ട് കൊടുക്കാൻ മറന്നു. അവിടെയും അദ്ദേഹം ശപിച്ചതല്ലേ, എനിക്ക് മുണ്ട് നേർച്ച വെച്ചത്, നേർച്ചയാക്കിയ മുണ്ട് തന്നില്ല എന്ന്. അതുപോലെ അവിടുത്തെ യുവാവോ ആ പ്രസവിച്ച സ്ത്രീയുടെ ഭർത്താവു സിറ്റിയിൽ എവിടെയോ കൽപ്പറ്റയിൽ കാണുമ്പോൾ കൽപ്പറ്റയിൽ വന്ന് കോളർ പിടിച്ച് ചോദിച്ചതാണ്, എന്തടാ നീ എനിക്ക് മുണ്ട് തരാത്തത്? ഇതാണ് ഇവർ കറാമത്ത് പറയുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് നേർച്ച പറഞ്ഞതായിരിക്കുന്ന ആ മുണ്ടു തരാമെന്ന് പറഞ്ഞ ആ വീട്ടിൻ്റെ ആൾ ഇദ്ദേഹം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു എന്നാണ്. അത് ഒരു കറാമത്തായി ഇവർ കണക്ക് കൂട്ടുന്നതാണ്. അപ്പോൾ അവിടെ മുണ്ടു എടുത്തു കൊടുത്താലും അദ്ദേഹം അതിനെ കീറിയും കൊണ്ട് കോണം ഉണ്ടാക്കി നടന്നു എന്നാണ്. കോണം ഉണ്ടാക്കി അതിനെ ചുറ്റിക്കെട്ടി നടന്നു എന്നാണ് പറയുന്നത്. ഇത്തരക്കാരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരക്കാരെ ചികിത്സക്കല്ലേ അയക്കേണ്ടത്? ഇവർക്ക് ഒരു താടിയും തലപ്പാവും എല്ലാം ഉണ്ടായിട്ട് അതുപോലെ അവർക്ക് അവിടെ നിന്ന് ഇളക്കം എന്തെങ്കിലും തുടങ്ങിയാൽ, അസുഖമുണ്ടായാൽ ഇവർ ഔലിയ എന്നാണ് ഡയറക്റ്റായി കരുതുന്നത്. ഇതാണ് ഇവിടെ പറയേണ്ടത്. പെട്ടെന്ന് ഇവർക്ക് ഔലിയാക്കളന്മാരുടെ ഓർമ്മയാണ് വരുന്നത്. ചികിത്സക്ക് അയക്കുകയില്ല ഇവർ. ഇത്തരെല്ലാം വയനാട്ടിലെ ആൾക്കാർ ഉണ്ടായിരിക്കെ ഒരു മുസ്ലിയാറിന് ഭ്രാന്ത് തുടങ്ങിയിട്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഔലിയാക്കുന്നു. 40 വർഷക്കാലം മരച്ചുവട്ടിലുണ്ടായിരുന്നത് എന്ന് പോലും ഇദ്ദേഹം പറയുന്നു. മരത്തിൻ്റെ അടിയിലാണ് താമസിച്ചിരുന്നത് എന്ന്. വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു വീടുണ്ടാക്കിക്കൊണ്ട് കൊടുത്തില്ല അദ്ദേഹത്തിന്. ഒരു മുസ്ലിയാർക്കല്ലേ ഭ്രാന്ത് തുടങ്ങിയത്? അദ്ദേഹത്തെ ചികിത്സക്ക് അയച്ചില്ല. അതിനെ വലിയ കാര്യമാകെ കുട്ടിഘോഷിക്കുന്നതാണ് സഹോദരന്മാരെ. ഇത്തരം കുട്ടിഘോഷിക്കാൻ ഇതുപോലെയുള്ള ഭ്രാന്തന്മാർ മതിയാവൂലേ? ഇതുപോലെയുള്ള ഈ തലപ്പാവിൻ്റെ ഉസ്താദ് വേണോ? ഇദ്ദേഹത്തെ തീറ്റിപ്പോറ്റി വളർത്തുന്നില്ലേ സമുദായം? ഒരു മുസ്ലിയാർ വേണം, ഒരു ഉസ്താദ് വേണം, ഒരു ആലിം വേണം, ഒരു പണ്ഡിതൻ വേണം എന്ന്. എപ്പോഴാണ് ഭാഷ വരുന്നത്? നമ്മുടെ ഭാഷയിൽ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഭാഷ പഠിക്കുന്നത് ഇവർ? എപ്പോഴാണ് സഹോദരന്മാരെ ബോധം വരുന്നത്? ഇതിനെ ഇദ്ദേഹം ഈ കാലത്ത്, ഈ യൂട്യൂബ് കാലത്ത് ഒരാളോ രണ്ടാളോ കേൾക്കുന്നത് ലോകം മുഴുവനും കേൾക്കുന്നു. ഈ ഞാൻ പറയുന്നതിനും ലോകത്തിൽ ഓരോ മുക്കിലും മൂലയിലും ഓരോ ആൾക്കാരെങ്കിലും കേൾക്കുന്നു എന്ന് കരുതണം. അപ്പോൾ ഇവിടെ എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത്? അതിന് എത്ര ഒരു രാഗത്തോടു കൂടെ പറയുന്നത്. ആയത്തും ഹദീസും ഖുർആനും ഓതി പറയേണ്ട ഒരു മുസ്ലിയാർ, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു മുസ്ലിയാർ, സമുദായത്തിന് പഠിപ്പിക്കേണ്ട ഒരാൾ പറയുന്നത് കറാമത്താണ്.
ഈ പറഞ്ഞ 3 കറാമത്തിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഇത്രക്കും ഇവർ ഒരു തലം താഴാണ് പോയല്ലോ എന്നാണ്. ഒരു കറാമത്ത് പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് അന്നം കിട്ടുന്നില്ലേ? സഹോദരന്മാരെ, 10-25 വർഷം വരെ ഇവരെ പോറ്റി വളർത്തുന്നില്ലേ ഒരു പണ്ഡിതനാക്കാൻ? അവിടുന്ന് ഫുഡ് കിട്ടിയിട്ടില്ലേ? അത് ഇവിടെ കെട്ടുപുറുക്കുന്നവനും നല്ല ജോലി ചെയ്യുന്നവനും കച്ചവടം ചെയ്യുന്നവനും കൊടുത്ത പണമാണ്. ഏതെങ്കിലും മുസ്ലിയാർ 1 രൂപ പോലും ഇവർക്ക് വേണ്ടി ചിലവ് ചെയ്തിട്ടുണ്ടോ? പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നല്ലാതെ 1 നയാ പൈസ പോലും ചിലവ് ചെയ്തിട്ടുണ്ടോ ഇവർക്ക്? അല്ല, ഇവർ ചെയ്തിട്ടുണ്ടോ? ഇവർ വീട്ടുകാർ ചെയ്തിട്ടുണ്ടോ? സമുദായമല്ലേ? അപ്പോൾ സമുദായത്തിന് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതുപോലെ നാറ്റ കച്ചവടമാണോ? ഈ കറാമത്ത് കച്ചവടമാണോ? ഇതിലാണ് ഇവർ കാശുണ്ടാക്കേണ്ടത്. 3 നേരത്തെ അന്നത്തിന് വേണ്ടി ഇത്രയും കള്ളം പറയണോ? ഏതെങ്കിലും ഒരു മുസ്ലിയാർക്ക് ഭ്രാന്ത് തുടങ്ങിയാൽ ചികിത്സിപ്പിക്കണം. മുണ്ട് കെട്ടാതെയും കെട്ടിയും ഓടുന്ന ഇത്തരക്കാർക്ക് എന്തെങ്കിലും അതിന് ഉള്ളതായിരിക്കും ഔഷധിയില്ലേ, മരുന്നില്ലേ? അതല്ലേ ചെയ്യേണ്ടത്? മരച്ചുവട്ടിൽ മരത്തിൻ്റെ അടിയിൽ അദ്ദേഹം താമസിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ എടുത്ത് കൊടുക്കുക. ഒരു മുസ്ലിയാർക്കല്ലേ ഭ്രാന്ത് തുടങ്ങിയത്? അദ്ദേഹം ചികിത്സിപ്പിക്കുക, അദ്ദേഹത്തിന് ഒരു ഖിദ്മത്തെടുക്കാൻ ഒരാളുണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ ഇതിനെ പറഞ്ഞ് നാട് മുഴുവൻ വളഞ്ഞ് കറങ്ങലല്ല. എന്തുകൊണ്ടാണ് ആരും ഇതിനെ നിയന്ത്രിക്കുന്നില്ല? ഈ കറാമത്ത് കച്ചവടക്കാരെ ഇതുകൊണ്ട് എന്താണ് ലാഭം സമുദായത്തിന്? ഇസ്ലാമിനെ വളരെ അടിത്തട്ടിലാണ് മനുഷ്യന്മാർ കരുതുന്നത്, ഇതര സമുദായക്കാരും അതുപോലെ മുസ്ലിമീങ്ങളും പോലും. മുസ്ലിം എന്ന് പേരുള്ള ഒരുപാടില്ലേ? ഇതാണോ കറാമത്ത്? ഇതാണ് ഔലിയ? അദ്ദേഹം ഔലിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോട്ടെ. ഇദ്ദേഹം ഈ ലോകത്ത് ഈ കാലത്ത് എന്തിനു പറയണം? ഇത് യൂട്യൂബ് കാലമല്ലേ? ഇതിൽ ഇദ്ദേഹം പറയും ഈ 3 കറാമത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? നല്ലത് എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാക്കണം. ഇതുപോലെയുള്ളവരെ നിയന്ത്രിക്കണം സഹോദരന്മാരെ. പണ്ഡിതന്മാരും അതുപോലെ മൗനമായിരുന്ന പണ്ഡിതന്മാർ ഒരുപാടുണ്ടല്ലോ, മൗനം സമ്മതം എന്ന്. അവർ പോലും ശബ്ദിക്കേണ്ടതുണ്ട്. ഇത്തരക്കാരെ ചങ്ങലക്കിടണം. ആ സൂഫി മുസ്ലിയാരെക്കാൾ മുമ്പ് ഇദ്ദേഹത്തിനെയാണ് ചങ്ങലക്കിടേണ്ടത്. ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ 10-25% ഇതുപോലെയുള്ള ജീവിക്കുന്നവരുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഈ 3 കാര്യം അദ്ദേഹം പറഞ്ഞു, അതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ? അല്ല, ഇതിൽ എന്തെങ്കിലും ഒരു അഭിമാനമുണ്ടോ മുസ്ലിമിന്? ഒരു മുസ്ലിം സമുദായത്തിന് അഭിമാനിക്കേണ്ടതുണ്ടോ? ഇസ്ലാമിന് അഭിമാനിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞതിലുണ്ടോ എന്ന് പോലെ നിങ്ങൾ നല്ല പോലെ ചിന്തിച്ച് നല്ല പോലെ ആലോചിച്ച് കമൻ്റ് ഇടണം. ഇതിനെ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇതുപോലത്തെ ഇവരുടെ നാക്ക് പൊക്കാതെ രീതിയിൽ, ഇവരുടെ നാക്ക് പൊങ്ങാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇത് ഒട്ടും ശരിയല്ല. ഞാനൊരു മുജാഹിദോ സലഫിയോ ആയിട്ട് ചെയ്യുന്നതല്ല. ഇദ്ദേഹത്തിൻ്റെ അതേ വിശ്വാസത്തിലാണ് ഞാനുള്ളത് എന്ന് പോലും കരുതണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.